എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറ്റസിലേക്ക് സ്വാഗതം. അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഫെബ്രുവരി 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഫെബ്രുവരി 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Page of Wands, 7 of Cups, 6 of Swords, 8 of Swords, 4 of Wands, Judgment energy. അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പേജ് ഓഫ് ഫോൺസ് ആൻഡ് 4 ഓഫ് ഫോൺസ് എനർജിയാണ്. അപ്പോൾ പലരെയും സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചറിവിൻ്റെ പാതയിൽ എന്നൊക്കെ പറയാവുന്ന ഒരു രീതിയിലാണ്. അപ്പോൾ ജീവിതത്തിൽ ചെയ്ത് പോയ പല കാര്യങ്ങളും തിരുത്താനുള്ളൊരു അവസരം വരുന്ന സമയമാണ്. അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന സമയമാണ്. കാരണം ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇനി എങ്ങനെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകും. ജീവിതത്തിൽ ഒത്തിരി പ്രാരബ്ധങ്ങളായിരിക്കാം, ചിലപ്പോൾ കടം ഉണ്ടാവും, ചിലപ്പോൾ ജീവിതത്തിൽ ഒത്തിരി ചെയ്ത കാര്യങ്ങൾ ശരിയായിട്ടുണ്ടാവില്ല. ഇനി അതെങ്ങനെ നേരെയാക്കും, അല്ലെങ്കിൽ ഇനി ജീവിതം എങ്ങനെ മുന്നോട്ടേക്ക് പോകും, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ അലട്ടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ ഒത്തിരി കടവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ തിരുത്താനുള്ള ഒരു അവസരം ലഭിക്കുന്ന സമയമാണ്. ഈ ഒരു മാസം ഈ ഒരു അവസരം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾ ഇതുവരെ എങ്ങനെയാണോ ജീവിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള സംഘർഷം, നിങ്ങളൊക്കെ പരിഭവങ്ങൾ, പരാതികൾ, പ്രാരബ്ധക്കെട്ടുകൾ ഇതൊക്കെയാണെങ്കിൽ ഇതൊക്കെ അവസാനിപ്പിച്ച് പുതിയൊരു ജീവിതം തുടങ്ങാൻ, വ്യത്യസ്തമായിട്ടുള്ളൊരു ജീവിതം നിങ്ങൾ ആഗ്രഹിച്ച ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. വ്യക്തമായിട്ട് ആ ഒരു അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു എങ്കിൽ മാത്രം. കാരണം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വിവാഹത്തിൽ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ്. മക്കളൊക്കെ ഉണ്ടാവാം, മക്കളില്ലാത്തവരായിരിക്കാം. എന്തായാലും നിങ്ങളുടെ വിവാഹം ചിലപ്പോൾ മക്കളൊക്കെ ഒരു പ്രായം എത്തിക്കാണും. വിവാഹ ബന്ധത്തിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് സംതൃപ്തി ഒന്നും ലഭിച്ചിട്ടില്ല. പക്ഷേ പുറത്ത് കാണിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട്, സമൂഹത്തിന് വേണ്ടിയിട്ട് ജീവിതം നയിക്കുന്നവരാണ് എങ്കിൽ ഒരു പക്ഷേ ഒരു വിവാഹബന്ധം വേർപെടുത്തുന്ന ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട്. കാരണം ഈ ഒരു വിവാഹം നിങ്ങൾ ഒരുമിച്ച് നിന്നാലും മാറി നിന്നാലും പ്രത്യേകിച്ച് നിങ്ങൾക്ക് മാറ്റങ്ങളൊന്നും ജീവിതത്തിൽ ഫീൽ ചെയ്യുന്നില്ല എങ്കിൽ അങ്ങനെ ഒരു ബന്ധം, അങ്ങനെ ഒരു വ്യക്തി കൂടെ ഉണ്ടായിട്ട് കാര്യമില്ല എന്നുള്ളൊരു ചിന്തയിലേക്ക് നിങ്ങൾ ഒരു പ്രായം കഴിഞ്ഞ്, ഇപ്പോൾ ഒരു 45 കഴിഞ്ഞ് അല്ലെങ്കിൽ 55, 60 ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും ആ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് സന്തോഷം തരുന്നില്ല എങ്കിൽ നിങ്ങളൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടിയിട്ട് തന്നെ ഒരു ബന്ധം വേർപെടുത്തുന്ന സിറ്റുവേഷനുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് ജീവിതത്തിൽ ജോലിക്ക് പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെറിയ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു രീതിയിലേക്ക് പോകുന്നു എന്നുള്ള രീതിയിലാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില ആളുകളെ സംബന്ധിച്ചൊരു വിവാഹമാണ് കാണിക്കുന്നത്. അതിന് ഓൾറെഡി വിവാഹിതരായിട്ടുള്ളവരാണ്, വിവാഹബന്ധം വേർപെടുത്താൻ നിൽക്കുന്നവരാണ്, അല്ലെങ്കിൽ ആദ്യമായിട്ട് വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഒക്കെ ഒരു സെലിബ്രേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജീവിതവും നിങ്ങളുടെ ആഘോഷങ്ങളുടെ സമയമാണ്. പക്ഷേ ഈ ആഘോഷങ്ങളൊക്കെ നിങ്ങൾ തീരുമാനിച്ചാൽ മാത്രമാണ് നടക്കുക. ലൈഫ് ഇങ്ങനെ തന്നെ പോട്ടെ, സങ്കടവും ദുർഘടവും നെഗറ്റീവ് പ്രാരബ്ധങ്ങളും ഒക്കെ ആയിട്ട് പോകണമെന്ന് ചിന്തിച്ചാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സിറ്റുവേഷൻ എങ്ങനെയാണ്, മാതാപിതാക്കൾ, മക്കൾ, സമൂഹം ഇതൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ നിങ്ങൾ അതുപോലെ തന്നെ പോവുക. ഇത് നിങ്ങളുടെ കൈകളിൽ തന്നെയാണ്, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല എന്നുള്ളത് എടുത്തു പറയുന്നു. കാരണം ഇപ്പോൾ ഇറ്റ് ഈസ് എ ടൈം ടു കിക്ക് ബാക്ക്. ആ ഒരു നിങ്ങൾ തിരിച്ചടിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്, അല്ലെങ്കിൽ ജീവിതം എൻജോയ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ്. സന്തോഷവും സമൃദ്ധിയും സക്സസ്, വിജയ സാധ്യതകളൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്, ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മൈൽ സ്റ്റോൺ ആയിട്ട് വരുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയം നിങ്ങൾ നല്ല രീതിയിൽ ജീവിതത്തിലൊരു സ്റ്റെബിലിറ്റി ഉണ്ടാക്കാൻ പറ്റുന്ന സമയമാണ്. മാരേജിൻ്റെ സിറ്റുവേഷൻ പറഞ്ഞു, വിവാഹബന്ധം വേർപെടുത്തുന്ന സമയമൊക്കെ പറഞ്ഞു. അതേസമയം തന്നെ നല്ല രീതിയിൽ വിവാഹബന്ധത്തിൽ വേറെ ഇഷ്യൂസൊന്നുമില്ല. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉള്ളവരെ സംബന്ധിച്ച് നല്ല രീതിയിൽ സംസാരിച്ച് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങളുടെ പാർട്ട്ണർ, നിങ്ങളുടെ ഭാര്യയ്ക്കോ ഭർത്താവിനോ എന്താണ് വേണ്ടത്, നിങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ സംസാരിച്ച്, അതായത് മൂന്നാമതൊരാൾ, ചിലപ്പോൾ നിങ്ങളുടെ ഇൻലോസ് ആയിരിക്കാം, ഇപ്പോൾ ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ അച്ഛനോ അമ്മയായിരിക്കും നിങ്ങളുടെ ഇടയിൽ ഒരു കരട് എന്നുള്ളത്. അത് പക്ഷെ നിങ്ങൾ കണ്ടിട്ടും കാണാതെ ഭാവിക്കുന്നതാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒത്തുതീർപ്പാക്കുന്നുണ്ട്, വ്യക്തത ഉണ്ടാകുന്നുണ്ട് ജീവിതത്തിൽ എന്നുള്ളത്. അപ്പോൾ അതും ഒരു വിവാഹബന്ധം നല്ല രീതിയിൽ നേരെയാക്കാൻ പറ്റുന്നു എങ്കിൽ അത് നല്ല രീതിയിലേക്ക് പോയിട്ട് ജീവിതം നിങ്ങൾ ഇനി സന്തോഷമുള്ളൊരു ജീവിതത്തിലേക്ക് പോകുന്ന സിറ്റുവേഷൻ ആകാം.
സെവൻ ഓഫ് കപ്സ് ആൻഡ് എയ്റ്റ് ഓഫ് സോൾസ് എനർജിയാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസവും അതിനും വളരെയധികം മൂല്യം നൽകുന്ന സമയമാണ്. മാത്രമല്ല ഇപ്പോൾ ചുറ്റുപാടുമുള്ള ആളുകൾ, പാരൻസ്, മറ്റുള്ളവരായിക്കോട്ടെ, ഇത് പഠിക്കുന്നത് ഇന്നതാണ് സ്കോപ്പ്, ഇന്നതിനാണെങ്കിൽ സാധ്യത കൂടുതലാണ്. പലരും പഠിക്കാൻ പോകുന്നത് എന്തിനാണ് പഠിക്കുന്നത്? ജോലി കിട്ടാനെന്നുള്ളതാണ് പലരുടെയും ഉത്തരം. പഠിക്കുന്നത് നിങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ പഠിക്കുക, ഒരു ധനസമ്പാദന മാർഗം എന്നുള്ള രീതിയിൽ. വിദ്യാഭ്യാസം വളരെ പ്രാധാന്യമുള്ളതാണെന്ന് പറയുമ്പോൾ തന്നെ പല ആളുകളും കാണാതെ പഠിക്കുന്നതാണ്. അതുകൊണ്ട് അവർ പ്രത്യേകിച്ചൊന്നും നേടുന്നില്ല, അവർ വിദ്യ ഒന്നും നേടുന്നില്ല, പലതും കാണാതെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് വിദ്യാഭ്യാസപരമായിട്ട് മുന്നേറാൻ ആഗ്രഹമുണ്ടെങ്കിൽ, പഠിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ അതിൽ മുന്നോട്ടേക്ക് പോകുന്നു. അതല്ല, നിങ്ങൾക്കൊരു ബേസിക് വിദ്യാഭ്യാസവും അതിനുശേഷം നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വ്യക്തമായിട്ടുള്ളൊരു ധാരണയുണ്ടെങ്കിൽ ധനസമ്പാദനത്തിലുള്ള ഒരു മാർഗം ബിസിനസ്സിലൂടെയും നിങ്ങൾക്ക് നേടാം. അതിന് നിങ്ങളിപ്പോൾ PhD എടുക്കേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചിന്തിക്കുന്ന സമയമാണിത്. ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്താണ്, നിങ്ങൾ ആരാണ്, വ്യക്തമായിട്ടുള്ള ധാരണ, അത് ബാലിശമാവാതിരിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കുക. കാരണം ചില ആളുകൾ കണ്ണടച്ചിട്ട് ഞാൻ ഇന്നത് ചെയ്യാം, ഒരാൾ ചെയ്യുന്നത് കാണുമ്പോൾ അത് എളുപ്പമായിരിക്കും എന്ന് വിചാരിക്കും, ആ വ്യക്തി ചെയ്ത എഫേർട്ട് മനസ്സിലാക്കാതെ. അപ്പോൾ മറ്റൊരാൾ ചെയ്യുമ്പോൾ ആ വ്യക്തി വിജയിച്ചത് കൊണ്ട് നിങ്ങൾ വിജയിക്കണമെന്നില്ല. നിങ്ങളുടെ പാത എന്താണ് നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റിയ സമയമാണ്. പ്രത്യേകിച്ച് ചില വ്യക്തികളെ സംബന്ധിച്ച് വ്യത്യസ്തമായിട്ടുള്ള പാത തിരഞ്ഞെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായിട്ടുള്ള പ്ലാനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ വിജയ സാധ്യതകളുണ്ട്. ബിസിനസ്സിലൂടെ വിജയം നേടാനുള്ള അവസരങ്ങളൊക്കെ ഈ ഒരു മാസം നിങ്ങൾക്കായിട്ട് തരുന്നുണ്ട്. ജോലി ചെയ്യുന്നവർ, 9 to 5 ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അതല്ല, ഒരു ബിസിനസ്സാണ് എൻ്റെ ഉന്നം എന്നുള്ള ചിന്തിക്കുന്നവർക്ക് അതിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന സമയമാണ്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഒറ്റയടിക്ക് അതിലേക്ക് പോവുക എന്നുള്ളതല്ല, അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നതും മറ്റുമൊക്കെ ഉള്ളൊരു സമയം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. 7 ഓഫ് കപ്സ് ആൻഡ് ജഡ്ജ്മെൻറ്റ് എനർജിയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റ് എനർജി എന്ന് പറയുന്നത് നമ്മൾ ജീവിതത്തിൽ ഒരു സെൽഫ് റിയലൈസേഷൻ നേടുന്ന ഒരു സമയമാണെന്ന് പറയാം. ഈ ഒരു മാസം പൊതുവെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബോധോദയം ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഒരു സ്പിരിച്വൽ അവേക്കനിങ് ആവാം ചില ആളുകളെ സംബന്ധിച്ച്. കാരണം വളരെയധികം ഭൗതികമായിട്ടുള്ള ലോകത്ത്, അതായത് പണം സമ്പാദിക്കണം എന്നുള്ള രീതിയിൽ ചിന്തയിലേക്ക് പോകുന്ന ആളുകളും ധനം എന്നുള്ളത് സമ്പാദിക്കണം എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് മനസ്സമാധാനത്തോടെയുള്ള ജീവിതമാണ് വേണ്ടത് എന്ന ഒരു തിരിച്ചറിവ് ചില ആളുകളിൽ ഉണ്ടാകുന്നുണ്ട്. അതിനർത്ഥം ധനസമ്പാദനത്തിലേക്ക് പോകുന്നവർ തെറ്റായിട്ടുള്ള വഴിയാണോ, അതല്ല ശരിയായിട്ടുള്ള വഴിയെന്നൊന്നുമല്ല. ഓരോരുത്തർക്കും ജീവിതത്തിൽ എന്താണ് വേണ്ടത് അത് ലഭിച്ചാലാണ് അവർക്ക് സന്തോഷം ഉണ്ടാവുക. നിങ്ങൾക്ക് പണമാണ് വേണ്ടതെങ്കിൽ അത് നല്ല രീതിയിൽ സമ്പാദിക്കാനുള്ള വഴികളിലൂടെ മുന്നോട്ടേക്ക് പോവാം. അതല്ല, ഒരു മനസ്സമാധാനവും സ്വസ്ഥതയും സ്പിരിച്വലി കുറച്ചുകൂടി കണക്റ്റഡ് ആവണമെന്ന് തോന്നുന്നവരുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ അങ്ങനെ ഒരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിട്ടും അങ്ങനെയല്ല എന്ന് മറ്റുള്ളവർ, ചുറ്റുമുള്ളവർ പറയുന്നത് കേട്ട് പുറകെ പോകാതിരിക്കുക. നിങ്ങളുടെ തോന്നൽ എന്താണോ അതിനനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് ഒരു ജഡ്ജ്മെൻ്റ് ആവശ്യമില്ല. പല ആളുകളും സ്വയം ജഡ്ജ് ചെയ്യാറുണ്ട്. മറ്റുള്ളവരെ നമ്മൾ ജഡ്ജ് ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്, പക്ഷെ സ്വയമേ ജഡ്ജ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയാണോ ഇങ്ങനെയല്ല, അങ്ങനെ പല കാര്യങ്ങളിലും. അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളും എടുക്കുന്നൊരു സമയമാണ്. ചില കാര്യങ്ങൾ സെൽഫ് അക്സെപ്റ്റൻസ് പലപ്പോഴും നമ്മളെ തന്നെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ലോകത്തിൽ നമ്മളെക്കുറിച്ചിട്ട് ഏറ്റവും കൂടുതൽ അറിയാവുന്ന വ്യക്തി നമ്മളാണ്. നമ്മളുടെ നെഗറ്റീവ് കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ അറിയാവുന്നത്. അപ്പോൾ ആ നെഗറ്റിവിറ്റി അറിഞ്ഞുകൊണ്ട് നമ്മൾ തന്നെ നമ്മളെ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ പല ആളുകൾക്കും സ്വയം സ്വീകരിക്കാൻ, സെൽഫ് അക്സെപ്റ്റൻസ്, സെൽഫ് ലവ്, സ്വയം സ്നേഹിക്കാൻ ബുദ്ധിമുട്ടാണ്. സ്വയം സ്നേഹിക്കാത്ത ആളുകളാണ് മറ്റുള്ളവരോട് ഇങ്ങനെ നെഗറ്റീവായിട്ടും അതായത് റൂഡായിട്ടും മറ്റുള്ളവരോട് ദേഷ്യം, വാശി, ഈർഷ്യയോട് കൂടിയിട്ട് പെരുമാറുന്ന വ്യക്തികൾക്ക് ഒരിക്കലും സ്വയം സ്നേഹിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആ ദേഷ്യം ഞാൻ എങ്ങനെയാണെന്ന് അവർ ചിന്തിക്കുന്നു, അവർക്കത് സ്വീകരിക്കാൻ പറ്റുന്നില്ല, അത് അവർക്ക് മാറ്റാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ദേഷ്യം അവർ മറ്റുള്ളവരോട് കാണിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഹയർ കോൺഷ്യസ്നെസ് ആ ഒരു എനർജിയായിട്ട് കണക്ട് ചെയ്യുക. നിങ്ങളെ ആദ്യം സ്വീകരിക്കുക. എന്തൊക്കെ സ്വഭാവം നെഗറ്റീവായാലും പോസിറ്റീവായാലും അതാണ് നിങ്ങൾ. ഇതോടുകൂടി ഒരു ഫുൾ പാക്കേജ് പോസിറ്റീവും നെഗറ്റീവും ആയതാണ് ഞാൻ എന്ന് സ്വയം സ്വീകരിക്കുന്നു. എന്നെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഈ ഒരു മാസം. അങ്ങനെ ഒരു എനർജിയാണ്. അപ്പോൾ പേഴ്സണൽ ലൈഫ്, അതായത് നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലും നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ, നിങ്ങളുടെ ജോലി, ഔദ്യോഗിക ജീവിതത്തിൽ, എല്ലാ ജീവിതത്തിലും ഉള്ള എല്ലാ തലത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു സമയം എന്നുള്ളതാണ്. അപ്പോൾ പ്രായമായിട്ടുള്ള ചില ആളുകൾ ചിലപ്പോൾ സ്പിരിച്വാലിറ്റിയിലേക്ക് കൂടുതൽ അടുക്കാൻ ചാൻസസ് ഉണ്ട്. മറ്റു ചിലർ പ്രായമാകുമ്പോഴായിരിക്കും ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ളതാണ്. പക്ഷേ ഇതൊരു ബോധോദയത്തിൻ്റെയും ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും മാസം തന്നെയാണ് തീർച്ചയായിട്ടും.
നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് എന്ത് പറയുന്നു അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.